എന്തുകൊണ്ടാണ് ഇപ്പോൾ ബേസിൽ ജോസഫ് ഫിലിം ഡയറക്റ്റ് ചെയ്യാതെ ആക്ടറായി അഭിനയിക്കുന്നത്? ബിക്കോസ് അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് ഉള്ളത് ഫിലിം ഡയറക്ടറിനാണ്. ഒരു നല്ല ഫിലിം മേക്കർ ആകണമെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് വേണം, നല്ല സ്ക്രീൻ പ്ലേ തയ്യാറാക്കണം, നല്ല രീതിയിൽ അഭിനയിക്കുന്നവരെ കണ്ടെത്തണം, പിന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസും വേണം. ഇനി ഒരു ആക്ടറിനെ ഒരു പടത്തിൻ്റെ ഓഡീഷന് സെലക്ട് ചെയ്താൽ അടുത്ത പടത്തിൽ ആ ഫിലിമിൽ അഭിനയിച്ചു എന്ന പേരിൽ അവർക്ക് കയറാം. ഇനി ഒരു ഫിലിം മേക്കർ ഓർ ഡയറക്ടറിനെ ഫസ്റ്റ് പടം തന്നെ 5 നിലയിൽ പൊട്ടിയാൽ അവരുടെ കരിയർ തന്നെ ഹലാസ്. ഒരു ഫിലിം മേക്കറിനെ കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിൽ ഈ ചിത്രങ്ങൾ കണ്ടാൽ മതി. 1 സെല്ലുലോയിഡ്, 2 മോളിവുഡ് ടൈംസ്, 3 ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, 4 ഉദയനാണ് താരം. ഇതെല്ലാം മലയാളം മൂവീസാണ്. ഇനി ഹോളിവുഡിലുമുണ്ട് ഇതുപോലെ തന്നെ. അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. ഇനി മോസ്റ്റ് ടോപ്പ് 3 ഫിലിം മേക്കർ ഇൻ IMDb റേറ്റിംഗ്. 1ാമത് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ, 2ാമത് സ്റ്റീവൻ സ്പീൽബർഗ്, 3ാമത് ക്വന്റിൻ ടാരന്റിനോ. ഇനി മലയാള സിനിമയിലും ഇതുപോലെ തന്നെ ടോപ്പ് 3 ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആരൊക്കെയെന്ന്. ഇനി കൂടുതൽ ഇൻഫോർമാറ്റീവ് വീഡിയോസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ. ഇഷ്ടപ്പെട്ട ഡയറക്ടറിനെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ.